നമ്മളിനി ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ SIT സംഘം പരിശോധനകൾ നടത്തുന്നുണ്ട്. ശേഷിക്കുന്ന 8 പോയിന്റുകളിലാണ് ഇന്നത്തെ പരിശോധന. സാക്ഷിയുടെ സാന്നിധ്യത്തിൽ തന്നെയാകും ഇന്നത്തെയും തിരച്ചിൽ. ഇന്നലെ നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. സരീഷ് പിക്കെയാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. സരീഷ്, ഗുഡ് മോർണിംഗ്. 2 ദിവസങ്ങളിലായി 5 പോയിന്റുകളിൽ പരിശോധന നടത്തി, പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇന്നലെ SIT തലവനൊക്കെ നേരിട്ടെത്തി പരിശോധനയ്ക്കൊക്കെ നേതൃത്വം നൽകുന്നതുമൊക്കെ കണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിശോധനകൾക്ക് തുടക്കമായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാകും ഇന്നത്തെ പരിശോധന? ശേഷിക്കുന്ന 8 പോയിന്റുകളിലായിരിക്കും അല്ലേ? ഇനിയുള്ളത് 8 പോയിന്റുകളാണ്. ആകെ ഇതുവരെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വനമേഖലയിൽ, അതായത് ഫോറസ്റ്റിന് കീഴിലുള്ള വനമേഖലയിലെ 13 സ്ഥലങ്ങളായിരുന്നു. അതിൽ 5 സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ കുഴിച്ചു പരിശോധന നടത്തിക്കഴിഞ്ഞു. 3 മുതൽ 5 അടി വരെ താഴ്ചയിലായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും സാക്ഷി ഉറച്ചു പറയുന്നത് ശേഷിക്കുന്ന കുഴികളെടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും 2 മുതൽ 4 അടിയിൽ നിന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതും ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കും എന്ന് അദ്ദേഹം വീണ്ടും ഉറച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ DGP പ്രണബ് മുഹന്ദ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും കുഴിയെടുക്കുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 2018-19 കാലഘട്ടങ്ങളിൽ പ്രളയം മണ്ണെടുത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ പരിശോധിക്കുമ്പോൾ എത്രത്തോളം മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് SIT അനുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഉറച്ച് സാക്ഷി പറയുന്നത് ആ പ്രദേശങ്ങൾ എന്തായാലും പരിശോധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ മണ്ണെടുത്ത് പരിശോധിക്കണമോ അത്രത്തോളം ആഴത്തിൽ മണ്ണെടുത്ത് ഈ കാര്യങ്ങളിൽ, അതായത് ഈ അവ്യക്തത നീക്കണം എന്നുള്ളത് തന്നെയാണ് SITയുടെ നിർദ്ദേശമുള്ളത്, അല്ലെങ്കിൽ തലവൻ്റെ നിർദ്ദേശമുള്ളത്. ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ശേഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇനി വരുന്നത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ്. അവിടെ കഴിഞ്ഞ പ്രളയത്തിൽ മണ്ണെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്ത സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ്. 8 മുതൽ ഏതാണ്ട് 13 വരെയുള്ള 13ാം നമ്പർ എന്ന് പറയുന്നത് പുഴയുടെ തീരത്താണെങ്കിൽ പോലും 12 വരെയുള്ള നമ്പർ ഏതാണ്ട് സംസ്ഥാന പാതയോട് ചേർന്നുണ്ട്. തീർച്ചയായും ഈ 8, 9, 10, 11, 12 വരെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും നിർണായകമാണ്. കാരണം അവിടെ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ ഓരോ കുഴികളാണ് എടുത്തതെങ്കിൽ ഇന്ന് കൂടുതൽ ആളുകളെ എത്തിച്ച് ഒരേ സമയം കൂടുതൽ കുഴികൾ എടുക്കുക എന്നുള്ളതായിരിക്കും SITയുടെ തീരുമാനം. അതിനനുസൃതമായുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ കുഴികൾ എടുത്ത് പരിശോധന നടത്തുക എന്നുള്ളതായിരിക്കും. അതോടൊപ്പം പക്ഷേ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് എന്തൊക്കെയാകും SITക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത്? പറഞ്ഞതുപോലെ മാർക്ക് ചെയ്ത 5 സ്ഥലങ്ങളിലാണ് 2 ദിവസമായിട്ട് പരിശോധന നടത്തിയത്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ പരിശോധന കുറച്ചുകൂടി നിർണായകമാകുമെന്നാണ് ധർമ്മസ്ഥലയിൽ നിന്ന് സരീഷ് പിക്ക് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.